ജ്യോതിഷശാസ്ത്രത്തിലെ തിരയുന്ന നക്ഷത്രമെന്നാണ് മകയിരം അറിയപ്പെടുന്നത്. ഒരു മാനിന്റെ തലയുടെ ആകൃതിയുള്ള ഈ നക്ഷത്രം എപ്പോഴും പുതിയ അറിവുകൾക്കും അനുഭവങ്ങൾക്കും നേട്ടങ്ങൾക്കും പിന്നാലെയുള്ള പ്രയാണത്തിലാണ്. 2026 മാർച്ച് മാസത്തിലെ പ്രത്യേകത എന്നത് നിങ്ങളുടെ ഈ അന്വേഷണങ്ങൾക്ക് കൃത്യമായ ഒരു ദിശാബോധം ലഭിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആശയക്കുഴപ്പങ്ങൾക്കും തടസ്സങ്ങൾക്കും ഒരു അറുതി വരാൻ പോകുന്നു എന്ന ശുഭവാർത്തയോടെ നമുക്ക് ഈ മാസഫലത്തിലേക്ക് കടക്കാം. മകയിരം നക്ഷത്രക്കാർ പൊതുവെ ചൊവ്വയുടെ പൗരുഷവും ചന്ദ്രന്റെ സൗമ്യതയും ഒത്തുചേരുന്ന സ്വഭാവക്കാരാണ്. ഒരു വശത്ത് ലക്ഷ്യബോധത്തോടെയുള്ള കുതിപ്പും മറുവശത്ത് വൈകാരികമായ ആഴവും നിങ്ങളിൽ കാണാം. 2026 മാർച്ചിൽ ഈ രണ്ട് ഭാവങ്ങളും പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇടവക്കൂറിലും മിഥുനക്കൂറിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് മാസത്തിന്റെ ആദ്യ പകുതിയിൽ പക്വതയോടെയുള്ള ചുവടുവെപ്പുകളും രണ്ടാം പകുതിയിൽ ബുദ്ധിപരമായ നീക്കങ്ങളും ആവശ്യമായി വരും. ഈ മാസം പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ക്ഷമ എന്നാണ്. ഒരു വേട്ടക്കാരനെ പോലെ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ വെമ്പുന്ന നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി നിർത്തിയാൽ അതിശയിപ്പിക്കുന്ന വിജയങ്ങൾ ഈ മാസം നിങ്ങളെ തേടിയെത്തും. ദാമ്പത്യത്തിലായാലും തൊഴിലിലായാലും സാമ്പത്തിക കാര്യങ്ങളിലായാലും വേഗതയേക്കാൾ പ്രധാനം ദിശയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷമാണ് ഈ മാസം നിങ്ങളെ കാത്തിരിക്കുന്നത്. പല മകയിരം നക്ഷത്രക്കാരും കഴിഞ്ഞ മാസങ്ങളിൽ കരിയറിലോ വ്യക്തിജീവിതത്തിലോ ചില വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടാകാം. എന്നാൽ മാർച്ച് മാസത്തിന്റെ പകുതിയോടെ ആ വെല്ലുവിളികളെല്ലാം തന്നെ വലിയ അവസരങ്ങളായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്കും വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും വീടെന്ന സ്വപ്നം കൊണ്ടു നടക്കുന്നവർക്കും ഈ മാസം ശുഭസൂചനകൾ നൽകുന്നുണ്ട്. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ചുറ്റുമുള്ളവർ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിലും വലിയ മാറ്റമുണ്ടാകും. ശത്രുക്കൾ പോലും നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കുന്ന സാഹചര്യം ഈ മാസം സംജാതമാകും. എന്നാൽ വിജയത്തിന്റെ ലഹരിയിൽ സ്വന്തം വേരുകൾ മറക്കരുത് എന്ന ഓർമ്മപ്പെടുത്തലും ഈ മാസം കൂടെയുണ്ട്. കുടുംബ ബന്ധങ്ങളിലെ ഇഴയടുപ്പവും ആത്മീയമായ ഉണർവും ഈ മാസത്തെ കൂടുതൽ ധന്യമാക്കും. മകയിരം നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയായതുകൊണ്ട് തന്നെ ഒരുതരം അഗ്നി നിങ്ങളിലെപ്പോഴും എരിഞ്ഞു നിൽക്കുന്നുണ്ടാകും. ആ ഊർജത്തെ ക്രിയാത്മകമായി എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ മാസത്തെ നിങ്ങളുടെ വിജയങ്ങൾ. അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും എടുത്തുചാട്ടങ്ങളിൽ നിന്നും മാറി നിന്നാൽ 2026 മാർച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മാസങ്ങളിലൊന്നായി മാറുമെന്നതിൽ സംശയമില്ല. വാക്കുകൾക്ക് മൂർച്ച കൂടുമെന്നതിനാൽ സംസാരിക്കുമ്പോൾ നിയന്ത്രണം പാലിക്കണം. ബന്ധുക്കളുമായുള്ള ഇടപാടുകളിൽ സുതാര്യത പുലർത്തണം. ആരോഗ്യം ശ്രദ്ധിച്ചാൽ ഈ മാസം നിങ്ങൾക്ക് ഊർജ്ജസ്വലതയോടെ മുന്നേറാൻ സാധിക്കും. ഈ മാറ്റങ്ങളെല്ലാം എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുവെന്ന് സാമ്പത്തികം, തൊഴിൽ, കുടുംബം, ആത്മീയത എന്നീ മേഖലകളിലൂടെ നമുക്ക് വിശദമായി പരിശോധിക്കാം. ശുഭാപ്തി വിശ്വാസത്തോടെയും നിറഞ്ഞ മനസ്സോടെയും ഈ മാസത്തെ വരവേൽക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നമുക്ക് വിശദമായ ഫലങ്ങളിലേക്ക് കടക്കാം. തൊഴിൽ രംഗത്ത് 2026 മാർച്ച് വലിയ മാറ്റങ്ങളുടെ മാസമാണ്. നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പുതിയ ജോലി അന്വേഷിക്കുന്ന മകയിരം നക്ഷത്രക്കാർക്ക് മാസത്തിന്റെ പകുതിയോടെ മികച്ച അവസരങ്ങൾ വന്നു ചേരും. IT, സാങ്കേതികവിദ്യ, റിയൽ എസ്റ്റേറ്റ്, അധ്യാപനം എന്നീ മേഖലകളിലുള്ളവർക്ക് കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അഭിമുഖങ്ങളിലും മറ്റും സംസാരിക്കുമ്പോൾ അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കാതെ മിതത്വം പാലിക്കുന്നത് ഗുണം ചെയ്യും. നിലവിൽ ജോലിയുള്ളവർക്ക് സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യസമയത്ത് തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാസത്തിന്റെ രണ്ടാം വാരത്തിൽ ജോലിസ്ഥലത്ത് ചില അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. അതൊഴിവാക്കാൻ ശ്രമിക്കുക. സ്ഥാനക്കയറ്റത്തിന് കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ ചില സൂചനകൾ ലഭിക്കും. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെങ്കിലും അത് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് തിരിച്ചറിയുക. വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മകയിരം നക്ഷത്രക്കാർക്ക് മാർച്ച് മാസം സാമാന്യം നല്ല ഫലങ്ങൾ നൽകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസത്തിന്റെ മൂന്നാം വാരം ഏറ്റവും അനുയോജ്യമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കണം. കയറ്റുമതി ഇറക്കുമതി മേഖലയിലുള്ളവർക്കും നിർമ്മാണ മേഖലയിലുള്ളവർക്കും ലാഭം വർദ്ധിക്കും. പഴയ കുടിശ്ശികകൾ പിരിച്ചെടുക്കാൻ സാധിക്കുന്നത് ബിസിനസ്സിലെ പണമൊഴുക്ക് സുഗമമാക്കും. സാമ്പത്തികമായി നോക്കിയാൽ 2026 മാർച്ച് മാസം നിങ്ങൾക്ക് മിതമായ നേട്ടങ്ങൾ നൽകുന്ന ഒന്നായിരിക്കും. മാസത്തിന്റെ തുടക്കത്തിൽ അപ്രതീക്ഷിത ചെലവുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വീട് അറ്റകുറ്റപ്പണികൾക്കോ വാഹനത്തിനോ വേണ്ടി പണം ചെലവാക്കേണ്ടി വരും. എന്നിരുന്നാലും മാസത്തിന്റെ പകുതിയോടെ വരുമാനത്തിൽ വർധനവുണ്ടാകും. മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാൻ തുടങ്ങും. ഊഹക്കച്ചവടത്തിൽ ഏർപ്പെടുന്നവർ വളരെ ജാഗ്രത പാലിക്കണം. വലിയ തുകകൾ ഈ മാസം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് ഉചിതം. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നിക്ഷേപങ്ങൾക്ക് ഈ മാസം തുടക്കം കുറിക്കാൻ സാധിക്കും. ഭൂമി വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ വലിയ തുകകൾ കടം കൊടുക്കുന്നത് ഈ മാസം ഒഴിവാക്കണം. കാരണം അത് തിരികെ ലഭിക്കാൻ പ്രയാസമായിരിക്കും. സ്വർണത്തിലോ മറ്റ് സ്ഥിര നിക്ഷേപങ്ങളിലോ പണം നിക്ഷേപിക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും. ജീവിത പങ്കാളിയുമായി ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
ചൊവ്വയുടെ സ്വാധീനം നിമിത്തം പെട്ടെന്ന് ദേഷ്യം വരാനും അത് തർക്കങ്ങളിലേക്ക് നയിക്കാനും ഇടയുണ്ട്. പങ്കാളിയുടെ വാക്കുകളെ കൂടി മാനിക്കാൻ തയ്യാറായാൽ സമാധാനം നിലനിൽക്കും. ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും. കുട്ടികളുടെ പഠനകാര്യത്തിലോ ആരോഗ്യകാര്യത്തിലോ ഉള്ള ആശങ്കകൾ ഈ മാസം മാറിവരും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകണം. കുടുംബത്തിലെ മുതിർന്നവരുമായുള്ള ബന്ധം മെച്ചപ്പെടും. സഹോദരങ്ങളുമായി ഭൂമി സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാനോ അതിൽ പങ്കെടുക്കാനോ ഉള്ള അവസരമുണ്ടാകും. ഗ്രഹത്തിൽ പുതിയ അതിഥികൾ വരാനും ബന്ധുജനങ്ങളുമായുള്ള ഒത്തുചേരലുകൾക്കും സാധ്യതയുണ്ട്. തിരക്കേറിയ ജീവിതത്തിനിടയിലും മനസ്സിന് ശാന്തി ലഭിക്കുന്നതിനായി ആത്മീയ യാത്രകൾ നടത്താൻ നിങ്ങൾ സമയം കണ്ടെത്തും. പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ അവസരമുണ്ടാകും. ഉപാസനകൾക്കും മന്ത്രജപങ്ങൾക്കും ഈ മാസം കൂടുതൽ സമയം കണ്ടെത്തും. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും പ്രതിസന്ധികളെ നേരിടാൻ കരുത്തു നൽകുകയും ചെയ്യും. മാസത്തിന്റെ ചില സമയങ്ങളിൽ അനാവശ്യമായ ഉത്കണ്ഠയും മാനസിക പിരിമുറുക്കവും അനുഭവപ്പെടാം. ധ്യാനം, യോഗ എന്നിവ ശീലമാക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് മാനസിക വിഷമത്തിന് കാരണമായേക്കാം. അതിനാൽ സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്ക് ഏകാഗ്രത ലഭിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തോ ദൂരസ്ഥലങ്ങളിലേക്കോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ രേഖകൾ ലഭിക്കും. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയിക്കാൻ സാധിക്കുമെങ്കിലും അശ്രദ്ധ ഒഴിവാക്കണം. സാങ്കേതിക വിഷയങ്ങളിൽ പഠിക്കുന്നവർക്ക് പ്രായോഗികമായ അറിവ് വർദ്ധിപ്പിക്കാൻ പുതിയ അവസരങ്ങൾ ലഭിക്കും. കലാകായിക രംഗത്തുള്ള വിദ്യാർത്ഥികൾക്ക് അംഗീകാരങ്ങൾ തേടിയെത്തും. ചൊവ്വയുടെ നക്ഷത്രമായതിനാൽ രക്തസമ്മർദ്ദം, ഉദരസംബന്ധമായ അസുഖങ്ങൾ എന്നിവ ഉള്ളവർ കൃത്യമായി പരിശോധനകൾ നടത്തണം. ഭക്ഷണകാര്യത്തിൽ നിയന്ത്രണം വേണം. പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. അമിതമായ ജോലിഭാരം കാരണം ഉറക്കക്കുറവോ ശരീരവേദനയോ അനുഭവപ്പെട്ടേക്കാം. കൃത്യസമയത്ത് വിശ്രമിക്കാൻ ശ്രമിക്കുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വേഗത കുറയ്ക്കുകയും ട്രാഫിക് നിയമങ്ങൾ പാലിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ ചെയ്യേണ്ടി വരും. ഈ യാത്രകൾ സാമ്പത്തികമായി ഗുണകരമാകുമെങ്കിലും ശാരീരികമായി ക്ഷീണമുണ്ടാക്കിയേക്കാം. വിനോദയാത്രകൾ മാസാവസാനത്തേക്ക് പ്ലാൻ ചെയ്യുന്നത് നന്നായിരിക്കും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ലാഭകരമായ ഇടപാടുകൾ നടത്താൻ സാധിക്കും. വസ്തു വാങ്ങുന്നതിനായി ലോണിന് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത് അനുവദിച്ചു കിട്ടും. സംസാരിക്കുമ്പോൾ ദേഷ്യം നിയന്ത്രിക്കണം. അടുത്ത സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ ഉള്ള സംസാരം തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുന്നത് മാസാവസാനം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കാം. ധൃതിപ്പെട്ട് തൊഴിൽ മാറുന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കരുത്. എല്ലാ വശങ്ങളും ചിന്തിച്ച ശേഷം മാത്രം മുന്നോട്ട് പോവുക. പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പിടുമ്പോൾ കൃത്യമായി വായിച്ചു നോക്കുക. മകയിരം ചൊവ്വയുടെ നക്ഷത്രമായതിനാൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ കഴിപ്പിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ്. മകയിരത്തിന്റെ ദേവത ചന്ദ്രനായതിനാൽ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് മനസ്സിനും ശരീരത്തിനും ഊർജം നൽകും. പാവപ്പെട്ടവർക്ക് ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങളോ ഭക്ഷണമോ നൽകുന്നത് സാമ്പത്തിക തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. മകയിരം നക്ഷത്രക്കാർക്ക് 2026 മാർച്ച് മാസം വളർച്ചയുടെയും പക്വതയുടെയും കാലമാണ്. തുടക്കത്തിൽ ചെറിയ പ്രതിസന്ധികൾ നേരിട്ടാലും നിങ്ങളുടെ കഠിനാധ്വാനവും ദൈവാനുഗ്രഹവും കൊണ്ട് അവയെല്ലാം അതിജീവിക്കാൻ സാധിക്കും. സാമ്പത്തികമായും തൊഴിൽപരമായുമുള്ള ഉയർച്ചയ്ക്കായി നിങ്ങൾ കാത്തിരുന്ന ചില കാര്യങ്ങൾ ഈ മാസം സഫലമാകും. കുടുംബാംഗങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് വലിയൊരു ശക്തിയായിരിക്കും. ആരോഗ്യത്തിലും വാക്കുകളിലും നിയന്ത്രണം പാലിച്ചാൽ ഈ മാസം നിങ്ങൾക്ക് ഏറെ സംതൃപ്തി നൽകുന്ന ഒന്നായി മാറും. ഈ മാസഫലം പൊതുവായ ഗ്രഹനിലകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വ്യക്തിപരമായ ജാതകത്തിലെ ദശാസന്ധികളും അപഹാരങ്ങളും അനുസരിച്ച് ഫലങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരാം. എങ്കിലും മകയിരം നക്ഷത്രത്തിന്റെ പൊതുഗുണങ്ങൾ ഈ മാസത്തിൽ നിങ്ങൾക്ക് തുണയാകും. പതറാതെ മുന്നോട്ട് പോവുക. വിജയം നിങ്ങളോടൊപ്പം ഉണ്ടാകും.